ശ്രീകണ്ഠപുരം സിഗ്നൽ ജംഗ്ഷനിൽ അപകടക്കണി ഒരുക്കുകയാണ് KSEB അണ്ടർഗ്രൗണ്ട് കേബിൾ വർക്കിനായി ഒരുക്കിയ കുഴി. ഇപ്പോൾ മഴവെള്ള സംഭരണിയായി ഈ കുഴി മാറുകയാണ്. നിത്യേന നിരവധി വാഹനങ്ങൾ ഈ ചതിക്കുഴിയിൽ അകപ്പെടുന്നതായി സമീപത്തെ വ്യാപാരികൾ പറയുന്നു. ശ്രീകണ്ഠപുരത്തെ സിഗ്നൽ ജംഗ്ഷനിൽ അപകടക്കണിയൊരുക്കുകയാണ് KSEB അണ്ടർഗ്രൗണ്ട് കേബിൾ വർക്കിനായി ഒരുക്കിയ കുഴി. സ്ഥലപരിമിതി മൂലം ബുദ്ധിമുട്ടുന്ന ശ്രീകണ്ഠപുരത്തെ സിഗ്നലിൽ വൻ ചതിക്കുഴിയാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന സിഗ്നൽ സംവിധാനത്തിന് നടുവിലായി KSEBയുടെ അണ്ടർഗ്രൗണ്ട് കേബിൾ വർക്കിനായി ഏകദേശം 2 മാസത്തോളമായി ഈ കുഴികൾ ഇവിടെ കുഴിച്ചിട്ട് ബാക്കി വർക്കുകൾ ഇന്നുവരെ ഇവിടെ നടന്നിട്ടില്ല. ഇപ്പോൾ മഴവെള്ള സംഭരണിയായി മാറിയ ഈ കുഴിയിൽ അകപ്പെട്ടു പോകുന്ന വാഹനങ്ങൾ നിരവധിയാണ്. ഒന്ന് ശ്രദ്ധ തെറ്റിയാൽ ജീവൻ പോലും അപകടത്തിലാകും. ടൗൺ ഭാഗങ്ങളിൽ തിരക്കേറിയ സ്ഥലങ്ങളിൽ ഇത്തരം വർക്കുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ തീർക്കേണ്ടുന്ന സാഹചര്യം നിലനിൽക്കെ വേണ്ട മുൻകരുതൽ ബോർഡുകളോ ഒന്നും തന്നെ ഇവിടെയില്ല. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശക്തമായ മഴയിൽ ഒരു ഗുഡ്സ് വാഹനം ഈ കുഴിയിൽ അകപ്പെട്ടിരുന്നു. KSEB ശ്രീകണ്ഠപുരം സബ്സ്റ്റേഷൻ മുതൽ പെരുവുളത്തുപറമ്പ് വരെയാണ് ഇപ്പോൾ വർക്കുകൾക്കായി ഇത്തരം കുഴികൾ റോഡുകളിൽ കുഴിച്ചിട്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഏറുന്നത് ശ്രീകണ്ഠപുരം സിഗ്നലിലെ ഈ ചതിക്കുഴിയാണ്. ഇപ്പോൾ നിലവിൽ ഏകദേശം ഇതൊരു 1.5 മാസം 2 മാസത്തിന് അടുത്തായി. അപ്പോൾ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോ നമ്മൾ തന്നെ ഇപ്പോ ഇവിടെ ഒരു 3-4 വണ്ടി ഇപ്പോ ഇതിലോട്ട് താഴ്ന്നിട്ടുണ്ട്. അതുപോലെ ഒരു മുന്നറിയിപ്പുള്ള ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ചെറിയൊരു ഇതാണ് അവിടെ ആകെ വെച്ചിട്ടുള്ളത്. അതൊക്കെ തട്ടിത്തെറിക്കുക, വണ്ടി പിന്നെയും പോവുക, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. കാരണം ഇത് കണ്ടു മടുത്തുപോയി. അപ്പം ഇതിപ്പം ആരോടാ പറയേണ്ടതെന്ന് അറിയില്ല. അവർ പറയുന്നത് ഇനിയും ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ഇത് തീർക്കാൻ പറ്റുന്നാണ് പറയുന്നത്. അപ്പം വളരെ വിഷമം തോന്നുന്നു. സിഗ്നലിലെ അത്രയോ സ്ഥലമുള്ളൂ. ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പോലും സൗകര്യമില്ലാത്തൊരു സ്ഥലത്താണ് ഇതുള്ളത്. പിന്നെ സിഗ്നൽ ബോർഡ്, ഈ ടേണിങ് തിരിഞ്ഞു വരുന്ന സമയത്ത് തന്നെ എന്റെ കാഴ്ചയിൽ തന്നെ ഒരു 3-4 വണ്ടി ഇപ്പൊ നിലവിൽ അവിടെ താഴ്ന്നു.